ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു റെസിപ്പി ആയിട്ടാണ്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഡൊണട്ട്സ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്ത് ഈസ്റ്റ്, മുട്ട, അതുപോലെ തന്നെ ബട്ടറൊക്കെ വെച്ചിട്ട് ഓവനിൽ ബേക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഈസ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യണം. ഇത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു മെത്തേഡാണ്. നല്ല സൂപ്പർ ഫ്ലഫി ആയിട്ടുള്ളതാണ്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1.25 കപ്പിനടുത്ത് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ് കേട്ടോ. അപ്പോൾ മൈദ അല്ലാതെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഡൊണറ്റ് തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടില്ല. അതുകൊണ്ടാണ് മൈദ വെച്ചിട്ടുള്ള റെസിപ്പി തന്നെ കാണിക്കുന്നത്. ഇതിനകത്തോട്ടേക്ക് ഞാൻ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം ഇതിന് കറക്റ്റ് മെഷർമെൻറ്റാണ്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുള്ളൂ. ശരിക്കും 1/2 ടീസ്പൂൺ വരെ ഈ ഒരു അളവിന് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് ഞാനൊരു വളരെ കുറച്ച് 2 പിഞ്ച് ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും യോജിച്ച് കിട്ടണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുള്ളതാണ്. ഫ്ലോറുമായിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാവുന്നതാണ്. അധികം പുളി ഇല്ലാത്ത തൈര് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ടേക്ക് സാധാരണ ബട്ടറാണ് ചേർത്ത് കൊടുക്കാറ്. അതിന് പകരം ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിൻ്റെ ഫ്ലേവർ വേണമെന്നാണെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇതേ അളവിൽ തന്നെ ചേർത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പാൽ ഞാനൊരു 1/4 കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ മുഴുവൻ ഒഴിച്ചു കൊടുക്കരുത്. വളരെ കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ ഒത്തിരി പാൽ ചേർത്ത് ഇതങ്ങ് ബാറ്റർ ലൂസായി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തന്നെ പെർഫെക്റ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ചായി ചേർത്തിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഒക്കെ കുഴച്ചെടുക്കില്ലേ, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടും തയ്യാറാക്കിയെടുക്കുക. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ പിന്നെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ എണ്ണ ഉപയോഗിക്കാറുണ്ട്. അതായത് ബട്ടറിന് പകരം ബട്ടറും നെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/4 കപ്പ് പാലും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കയ്യിൽ ഞാൻ നെയ്യ് തന്നെയാണ് തടവി കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 5 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ശരിക്കും യോജിച്ച് നമുക്കിതുപോലെ കുഴഞ്ഞു വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ റൂം ടെമ്പറേച്ചറിലുള്ള തൈരും അതുപോലെ തന്നെ പാലും ഉപയോഗിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കരുത്. ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. എന്നിട്ട് ഉള്ളിലോട്ടേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഡോണറ്റിൻ്റെ ഡൗ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ കഴിയുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നെയ്യ്, അതല്ലെങ്കിൽ ബട്ടർ, അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകിൽ നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. കറക്റ്റ് 1 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇത് 1 മണിക്കൂറിന് ശേഷമുള്ള ഡോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദയാണ് വെതറി കൊടുക്കുന്നത്. മൈദ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു 30 സെക്കൻഡ്, അതായത് ഈ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 30 സെക്കൻഡ് മാത്രം ഇതുപോലെ ഒന്ന് നീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഒന്നുകൂടി നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഫ്ലോർ വെതറി കൊടുക്കാം. എന്നിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കണം. ഈ റോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഒത്തിരി തിന്നായിട്ട് കനം കുറഞ്ഞിട്ട് ഒരിക്കലും ഡൊണറ്റിന് വേണ്ടിയിട്ട് പരത്തി എടുക്കരുത്. അത്യാവശ്യം ഒരു തിക്നെസ് ഇതിന് വേണം. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വളരെ നേരിയ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഡൊണറ്റ് കട്ടറോ അതുപോലെ ഷേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇഡ്ഡലി തട്ടിനകത്ത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ എടുക്കുന്ന കുഞ്ഞു ബൗളുണ്ടല്ലോ, അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ നോസിൽ നമ്മൾ കേക്ക് ഐസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന നോസിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. നോസിൽ കയ്യിലില്ലാത്തവർക്ക് നമ്മുടെ എന്തെങ്കിലും കുപ്പിയുടെയൊക്കെ അടപ്പൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു ബൗൾ ശരിക്കും നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്കവരുടെ വീട്ടിലും ഇഡ്ഡലി തട്ടിനകത്ത് നമ്മൾ ഇതുപോലെ വെക്കുന്ന ബൗൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുക. എന്നിട്ട് ഇതുപോലെ നോസിൽ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ബാക്കി വരുന്ന മാവുണ്ടല്ലോ, ജസ്റ്റ് കയ്യിലൊന്ന്
എണ്ണയോ അതുപോലെ ബട്ടറോ തടവിയിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. വീണ്ടും ഇതുപോലെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഒന്നിൻ്റെ സൈസ് കനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു തിക്നെസ് എന്തായാലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു മാവിൽ നിന്നും ഞാൻ കറക്റ്റ് ഒരു 6 പീസസ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. വെജിറ്റബിൾ ഓയിലിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊരിക്കലും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അപ്പോൾ ആ പുറത്തുനിന്ന് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മാക്സിമം വെജിറ്റബിൾ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഒന്ന് എണ്ണ ഒത്തിരി അങ്ങ് തിളപ്പിക്കാൻ നിൽക്കരുത്. അങ്ങ് തിളച്ച് കഴിഞ്ഞിട്ട് ഇത് ചെയ്തെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതൊക്കെ ഇതിനകത്തുള്ള ടിപ്സാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. കാരണം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം ഒട്ടും തന്നെ കുക്കാവില്ല. ഉൾഭാഗത്തിൻ്റെ ടെക്സ്റ്റ് വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. ഇതുപോലൊരു സ്റ്റിക്ക് കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ നടുവിൽ കാണുന്ന ആ ഒരു കുഴിയുണ്ടല്ലോ, ആ ഒരു ഭാഗത്തോട്ടേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്ത് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമുക്ക് കളർ ലാസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, ഞാൻ ഈ ചെയ്യുന്ന ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ഒരേ രീതിയിൽ, അതായത് നല്ല കളർ എല്ലാ സൈഡിലും ഒരേ രീതിയിലുള്ള കളർ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കും. നല്ല സൂപ്പർ ഫ്ലഫിയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഒത്തിരി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് 1/4 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് മുഴുവൻ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 6 പീസും നല്ല ഫ്ലഫി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൈഡിലും ഒരേ രീതിയിൽ കളർ ഷെയ്ഡിൽ നമുക്ക് ചെയ്തെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാനൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലാണ് ഇരിക്കുന്നത്. നമ്മൾ കൂടുതൽ അളവിൽ ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്ത് കോട്ടിംഗ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ടിംഗ് ഇതിന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് ചോക്ലേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മെൽറ്റ് ചെയ്യാൻ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ഞാൻ. കുറച്ച് വെള്ളം വെച്ച് ചൂടായി വന്ന സമയത്ത്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഒരു 2-3 ദിവസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇത് ശരിക്കും പുറത്ത് തന്നെ ഒത്തിരി സമയം മെൽറ്റ് ആകാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് എനിക്ക് ഒട്ടും തന്നെ പെട്ടെന്നൊന്നും മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ശരിക്കും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ളത് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നമ്മുടെ ഡയറി മിൽക്കോ ഗാലക്സിയോ അങ്ങനെയുള്ള ചോക്ലേറ്റ്സ് ഏതെങ്കിലും ഉപയോഗിക്കാം. ഇനി ചോക്ലേറ്റ് സിറപ്പ് അല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആ ടിപ്സ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ മുഴുവൻ ചേർത്ത് അങ്ങ് ഡിപ്പ് ചെയ്താൽ നമുക്കത് വേസ്റ്റായി പോകും. അപ്പോൾ ജസ്റ്റ് ഡോനറ്റ് ഇതിനകത്തോട്ടേക്കൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ ശരിക്കും ആ സോഫ്റ്റ്നെസ്സും നല്ല ഫ്ലഫി ആയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇതിപ്പോൾ സ്പ്രിങ്കിൾസ് ആണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഹോം മെയ്ഡായിട്ട് സ്പ്രിങ്കിൾസ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ഫ്ലഫി അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോനറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എത്ര നല്ല സോഫ്റ്റാണ് റെഡി ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ ശരിക്കും നല്ല സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു പീസ് ഞാൻ കോട്ട് ചെയ്യാത്തതാണ്. ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ കുക്കായി നല്ല ബേക്കായിട്ട് തന്നെ ശരിക്കും നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോഴുള്ള ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചോക്ലേറ്റ് ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെതറിക്കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്ടെല്ല സ്പ്രെഡ് ഉപയോഗിക്കാം. ചോക്ലേറ്റ് സോസ് വേണമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ആ മെൽറ്റ് ചെയ്തെടുത്ത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, ബാക്കി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഇതുപോലെ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ജസ്റ്റ് കണ്ടെയ്നറിനകത്തോട്ടേക്ക് മാറ്റുന്നത്. കുറേ റെസിപ്പീസിൽ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വരുന്ന കണ്ടൻറ്റ് ഞാൻ ഇതുപോലെ ജസ്റ്റ് കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അത് ഫ്രീസറിനകത്തോട്ടേക്ക് തന്നെ വെക്കുവാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കൂ. ശരിക്കും നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. ഹോം മെയ്ഡായിട്ട് ഒത്തിരി ചോക്ലേറ്റ്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഇതുപോലെ കേക്ക്സിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടി അയച്ചു കൊടുക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.